മുത്തശ്ശി, ഇതേ നാൽപ്പാമരാത്തി തൈലോ. ഞാൻ മുത്തശ്ശിക്ക് പറഞ്ഞു തരേണ്ടതൊന്നുമില്ലല്ലോ. കുഞ്ഞുങ്ങളെ കുളിപ്പിക്കാനും മസാജ് ചെയ്യാനും ഒക്കെ ഇത് ഉപയോഗിക്കുന്നത്. ആദ്യം ഇത് പുരട്ടിയ ശേഷം മുറുവെണ്ണയും കൂടി നമുക്ക് ഉപയോഗിക്കാം. ഈ അസ്ഥികളും പേശികളും ഒക്കെ വേഗത്തിൽ പ്രവർത്തിച്ചു തുടങ്ങും. മുറുവെണ്ണ ഉണ്ടാക്കുന്ന വിധം മുത്തശ്ശിക്ക് അറിയാലോ. കറ്റാർ വാഴ, മുരിങ്ങയില, പിന്നെ കുറച്ച് താമ്പൂല, ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത്. മീനാക്ഷി, ദേ നീ ചോദിച്ച ചൂടുവെള്ളം. സുചിത്ര എടുത്തി. മീനാക്ഷി ഒരു കുട്ടി വൈദ്യരാണ് കേട്ടോ. വൈദ്യം പഠിച്ചിട്ടൊന്നുമില്ല വന്ദനേച്ചി. എന്റെ അമ്മൂമ്മ പടിക്കെട്ടിറങ്ങുന്ന സമയത്ത് നടു ഇടിച്ചു വന്ന് വീണു. കുറച്ചുനാള് ഒറ്റക്കിടപ്പായിരുന്നു. അന്ന് ഒഴിച്ചിലും പിഴിച്ചിലും ഒക്കെ നടത്താൻ 1-2 വൈദ്യന്മാര് വന്നു. പിന്നീട് അത് ഞാൻ അങ്ങ് ഏറ്റെടുത്തു. പിന്നെ എന്റെ ചികിത്സ കൊണ്ടാ അമ്മൂമ്മ രക്ഷപ്പെട്ടേന്ന് അമ്മ എപ്പോഴും പറയും. അതേതായാലും കാര്യായി, അമ്മയ്ക്ക് പ്രയോജനപ്പെട്ടല്ലോ. അച്ഛമ്മയുടെ കയ്യിലും കാലിലും ഒക്കെ രക്തം ഓടി തുടങ്ങി അമ്മേ. വിരലുകളൊക്കെ മുത്തശ്ശി തനിയെ അനക്കി തുടങ്ങിയിട്ടുണ്ട്. അനക്കം കൂടി ഇല്ലാതാക്കാനുള്ള പരിപാടിയാണ്. കാഴ്ചക്കാരൊക്കെ ഉണ്ടല്ലോ. അമ്മേ, അമ്മ അറിഞ്ഞില്ലേ വന്ദനയുടെ വിശേഷങ്ങളൊക്കെ? അമ്മേ, ഇവളുടെ ഭർത്താവ് ഒരു ബിസിനസ് തുടങ്ങി. ഒരു വെട്ടിക്കട, തട്ടുദോശയും ചമ്മന്തിയും. ഏതായാലുവേ ഇവളുടെ കഴുത്തി താലി വീണതോടുകൂടി കോടീശ്വരനായ അവന്റെ പപ്പും കൂടിയൊക്കെ കൊഴിഞ്ഞു. വൈകുന്നേരം ആകുമ്പോ പെരുവഴിയിൽ നിന്ന് ദോശച്ചട്ടിയിലേക്ക് മാവ് കോരി ഒഴിക്കലാ പണി. ഏത് ജോലിക്കും അതിന്റേതായിട്ടുള്ള ഒരു അന്തസ്സുണ്ട്.